കേരള സമൂഹത്തെ തന്നെ ഒരു മന്ത്രി തികച്ചും അപമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. ആ മന്ത്രിയുടെ ഭാര്യ തന്നെ കൃത്യമായ തെളിവുകളോടെ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് ഇത്തരം സമയം കഴിഞ്ഞിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മൗനമായിക്കൊണ്ട് ഒരക്ഷരം പോലും മിണ്ടാതെ ഈ വിഷയത്തിൽ മിണ്ടാതെ ഇരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഈ കാട്ടുകോഴിയായിട്ടുള്ള ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം നടന്നിട്ടുള്ളത്. ഇത് തികച്ചും ഒരു സൂചനാ സമരം മാത്രമാണ്. ഗണേഷ് കുമാറിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ വരുന്ന ദിവസങ്ങളിൽ തുടർ സമരങ്ങളുമായി വിഷയത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെ ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മന്ത്രിക്കെതിരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള തെളിവുകളോടെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇത്തരത്തിലുള്ള ആരോപണമായി മുമ്പോട്ട് വന്നിട്ടുള്ളത്. കേരളത്തിന്റെ പൊതുസമൂഹത്തോടും പൊതുജനങ്ങളോടും എന്തെങ്കിലും ഒരു തരത്തിലുള്ള ധാർമ്മികത ഈ മന്ത്രിക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ല. രാജിവെച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഈ മന്ത്രി പൊതുമധ്യത്തിൽ നിന്ന് മാപ്പ് പറയേണ്ടതാണ്.